അമ്മേ, അച്ഛൻ ആരോടാ കുറെ നേരായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നേ? അച്ഛന്റെ ബോംബെയിലെ കൂട്ടുകാരനില്ലേ? നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ. എന്നിട്ടും എന്ത് ധൈര്യത്തിലാ ഞാനിങ്ങനെ കറുത്തു എന്ന് ചോദിച്ചത്? നിങ്ങൾക്കൊന്നും നാണല്ലോ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ദൈവത്തെ നോക്കരുത്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മൂക്ക് ചുമ്മാ നോക്കുന്നു. ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് മനസ്സിലായ. ഇങ്ങോട്ട് നടന്നാൽ 30,000 രൂപയോ? അതെന്ത് പണിയാ? വെറുതെ പറഞ്ഞാ അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ ഹോളോ ബ്രിക്സ് ഉണ്ടാകും, ഇങ്ങോട്ട് വരുമ്പോ തലയിൽ സിമന്റ് ചാക്കും. ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് നേരം എത്രയായി? ഈ കണക്കിന് ഒരു തീവണ്ടി ചോദിച്ചിരുന്നേ. ഇതിലും പെട്ടെന്ന് കൊണ്ടുവന്നേനെ. തീവണ്ടിയാണെങ്കി ഓടിച്ചു കൊണ്ടുവരാലോ. തൽക്കാലം എന്റെ പൊന്നുമോനി പഴയ സൈക്കിളിൽ തന്നെ പോയാ മതി. സമയമാകുമ്പോ പുതിയത് മേടിച്ചു തരാട്ടോ. മതി, തിരക്കില്ല. എനിക്ക് സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, പ്രായമായി വരികയല്ലേ. എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ്. എന്നാ കണക്കായിരിക്കും. ക്ലിച്ചോ, 8 നിന്ന് 8 പോയാൽ എത്രയാ? എന്തു പറ്റി? നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ. എടാ മണ്ട, 8 നിന്ന് 8 പോയാൽ ഒന്നുമില്ലെന്ന് അവനറിയാം, അതാ മിണ്ടാത്തത്. ടിൻഡു, ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ച ഞാൻ തിരിച്ചടിക്കും. ഹാ, ഇത് കൊള്ളാമല്ലോ. ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ. ഇത് നല്ല ഒന്നാം തരം ജേഴ്സിയാ. ജേഴ്സി ഇട്ടതാണല്ലേ, ഞാൻ കരുതി ഒറിജിനൽ കളർ. ₹10 ചാർജ് ചെയ്താ എത്ര രൂപ കിട്ടും? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ 7 രൂപ കിട്ടും. ദാ 10 രൂപ, ബാക്കി 3 രൂപയ്ക്ക് മിഠായി എടുത്തോ. Damn, it feels good to be a gangster. A real gangster ass nigga plays his cards right. A real എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് പാക്ക് ചെയ്തോ? ആ പിന്നെ ഇതിന് മാച്ച് ആവുന്ന കമലും കൂടി എടുത്തോ. ഇതാ സാർ ബിൽ. ക്യാഷ് ഒക്കെ പിന്നെ തരാം. വിശ്വാസം അതല്ലേ എല്ലാം.